ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇന്നത്തെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അത് പ്രത്യേകിച്ച് സെലൻസ്കി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും സെലൻസ്കിയെ കണ്ടാൽ നമുക്ക് പാപം തോന്നുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടോമഹോക്സ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ വാങ്ങിക്കണം, അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെലൻസ്കി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ അമേരിക്കയിലേക്ക് യാത്രയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ട്രംപ് അതിനെതിരെയുള്ള പണികളെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ പോലും വാലിഡിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് എപ്പോഴും പറയുന്നത്. ഇപ്പോൾ പറയുന്നത് 2 മണിക്കൂർ മതി മാറ്റി പറയും. അതാണ് ഇപ്പോൾ സാഹചര്യം. അതായത് സെലൻസ്കി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഒഫൻസീവായിട്ട് മാറിക്കൂടാ, എന്തിനാണ് നിങ്ങൾ റഷ്യ എടുത്ത് ഇങ്ങനെ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒഫൻസീവായിട്ട് മാറൂ എന്നൊക്കെ പറഞ്ഞ് പ്രചോദനം നൽകിയിട്ട് അപ്പം സാർ ട്രംപ് സാർ ഞങ്ങൾക്ക് ഒഫൻസീവ് ആവണം എന്നുണ്ടെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽ വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്ന സെലൻസ്കിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞങ്ങൾ തരാം കുഴപ്പമില്ല പോരെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് അപ്പം സെലൻസ്കി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലോട്ട്. അപ്പോൾ ട്രംപ് ഒരു ട്വീറ്റ് ഇടുന്നുണ്ട് രാത്രി. ആ ട്വീറ്റിൽ ഞാൻ പുടിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ്സ് എ ലോങ് കോളാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ട്വീറ്റ് ഇട്ടിട്ട് പോയി ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വന്ന് ഒരു വലിയ പാരാഗ്രാഫ് ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ്. അതായത് മെലോണിയ ട്രംപ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒരു ചർച്ച നടത്തി, അതിനെ തുടർന്ന് നീണ്ട ചർച്ച പുടിനുമായിട്ട് ഉണ്ടായി. ആ ചർച്ചയിൽ പുടിൻ ഇതുവരെ പറയാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെലൻസ്കി ഇന്നിവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പുടിൻ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ സെലൻസ്കിയുമായിട്ട് നടത്തുന്നതായിരിക്കും. ഇതിൽ നെക്സ്റ്റ് വീക്ക് പുടിനുമായിട്ട് അമേരിക്കയുടെ ഒരു ഹൈ ലെവൽ ടീം, പ്രത്യേകിച്ച് പുള്ളി പേരെടുത്ത് പറയുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടാവും. അങ്ങനെ ഒരു ഹൈ ലെവൽ ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഹൈ ലെവൽ ടീം പുടിനുമായിട്ട് ചർച്ച നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ഹൗസ് പ്രസ്താവന പുറപ്പെടുവിച്ച് കഴിഞ്ഞു. എന്താണ്? ടോമഹോക്സ് മിസൈൽ നമ്മൾ ആർക്കും ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സെലൻസ്കി അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോകുന്നത്? ഫ്ലൈറ്റ് കയറുമ്പോൾ കൊടുത്തിരുന്ന വാഗ്ദാനമല്ല ഇപ്പോൾ പറയുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഉക്രൈനിന് മിസൈൽ കൊടുക്കണമെന്നോ കൊടുക്കേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. ട്രംപ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് പറയുന്നത്. പുടിനുമായിട്ട് വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കൂ. പിന്നെ ഇതിനാണ് മറ്റേ സൈഡിൽ ഒരു പ്രോത്സാഹനം, ഒരു ഫേക്ക് ആയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പുടിനാണെങ്കിൽ ഹംഗറിയിലെ ബുദപെസ്റ്റിലേക്ക് ഒരു മീറ്റിംഗിൽ വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഹംഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാപ്പിൽ കാണിക്കാം, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഒരു സെൻറ്ററാണ്. ഈ സെൻറ്ററിലേക്ക് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ICC കോർട്ടിൽ അറസ്റ്റ് വാറന്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന UN സൈഡിലുള്ള സാങ്ഷൻസ് ഒക്കെ നേരിടുന്ന റഷ്യൻ പ്രസിഡന്റ് ഏത് രാജ്യത്തിൻ്റെ എയർ സ്പേസിലൂടെ ആയിരിക്കും ഇവിടെ കടന്നു വരിക? ഇനിയിപ്പോൾ അമേരിക്ക ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ യാത്ര തടയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള സ്പെഷ്യൽ നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഹംഗറിയിലെ പ്രൈം മിനിസ്റ്റർ വിക്ടർ ഓർബൺ ഭയങ്കര ഹാപ്പിയാണ്, കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുദപെസ്റ്റിലേക്ക് വ്ളാഡിമിർ പുടിൻ ചർച്ചയ്ക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് ചില കൺഫർമേഷൻസ് ഒക്കെ വീണ്ടും വരേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ലൊക്കേഷൻ ഈ ഒരു ഹംഗറി എന്നുള്ളതാണ് ഇപ്പം നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇനി പാകിസ്ഥാൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അമേരിക്കയുമായിട്ട്. പാകിസ്ഥാൻ ആൾമോസ്റ്റ് എൻഡ് ഗെയിമാണ്. അതായത് ഇപ്പോൾ ഇവർ അമേരിക്കയുടെ സപ്പോർട്ട് ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ കഥ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാൻ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അമേരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കഷ്ടകാലം തുടങ്ങിയത് എവിടെയാണെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുമായിട്ട് ഒരു ന്യൂക്ലിയർ അംബ്രല്ല ഡീൽ, ഒരു ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തായിരുന്നു. അത് സൈൻ ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഗുരുതരമായ രീതിയിൽ ഈ കലാപങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്. പാകിസ്ഥാൻ ഇതിനകത്ത് 3 ഫാക്ട് ഇപ്പം ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നും റോ ഏജന്റ് ഇന്ത്യ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ TLP തഹ്രീക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞ പാർട്ടിയെ മൊസാദ് പിന്തുണയ്ക്കുന്നുണ്ട്. ബലൂച്ച് മേഖലയിൽ നിന്നും CIA, മൊസാദ്, ഇത് 3ൻ്റെയും സാന്നിധ്യങ്ങളുടെയും സപ്പോർട്ട് ബലൂചിസ്ഥാനുണ്ട് എന്നുള്ള ആരോപണം കൂടി പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക എടുത്ത് പറയുന്നത് CIA സംസാരിച്ച് എങ്ങനെയെങ്കിലും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഇൻഫ്ലുവൻസ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ കുറയ്ക്കണം, അവരിപ്പോൾ കുറച്ച് ലോ ബാൻഡ് കീപ്പ് ചെയ്യാൻ പറയണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്ത് അഭ്യർത്ഥന വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ പാകിസ്ഥാൻ മൊത്തത്തിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലല്ല എന്നാണ് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് തന്നെ പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് അവർ റോയുടെ പേര് പറയുന്നുണ്ടെങ്കിലും
ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നീ രഹസ്യമായിട്ട് ഇന്ത്യയുടെ റോ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ അതിർത്തികൾ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇന്ത്യ വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനോടൊപ്പമാണ്, അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഇന്ത്യ അവരെ സഹായിക്കും എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഇൻഡിപെൻഡൻസും അതേപോലെ ബോർഡർ സോവറിനിറ്റിയെ മാനിച്ചുകൊണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് നിൽക്കുന്നു എന്നുള്ളത് തജിക്കിസ്ഥാനിൽ വെച്ചിട്ട് നടന്ന മീറ്റിംഗിൽ ഇന്ത്യ വളരെ സൗണ്ടായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നീ ഒളിച്ചും പാതും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നേരിട്ട് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി മൊസാദും അതെല്ലാം വേറെ വിഷയം. CIA അമേരിക്കയിൽ ഒരു പ്രശ്നമുണ്ട്. CIA തലപ്പത്തുള്ളത് തുൾസി ഗബാർഡാണ്. അവരുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇറാഖിലും അവരുടെ ഒരുപാട് ഓപ്പറേഷൻസിൽ അവർ ലീഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രംപ് പറയുന്ന മാതിരി അല്ല CIA പ്രവർത്തിക്കുന്നത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം CIA അവരൊരു പ്രത്യേക അജണ്ട വെച്ചത് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. CIA വേണമെങ്കിൽ ഒരുപക്ഷെ മാറി നിൽക്കും, പക്ഷേ മൊസാദും റായും ഒരിക്കലും ഈ ഒരു മിഷനിൽ നിന്ന് മാറി നിൽക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് നടത്തിയ ഡീൽ എന്ന് പറഞ്ഞാൽ സൗദിയുടെ ക്രൗൺ പ്രിൻസ് MBS ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ഡിഫൻസ് പാക്ട് ഇന്ത്യക്കെതിരെ അല്ല. ഇന്ത്യക്കെതിരെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കെതിരെയാണ്? അഫ്ഗാനിസ്ഥാനെതിരെയാണോ? ഒരിക്കലും ഇല്ല. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയും അല്ല. പിന്നെ ആർക്കെതിരെയാണ്? ഒറ്റൊരു രാജ്യമേ ഉള്ളൂ, ഇസ്രായേൽ ഖത്തറിൽ കയറി ആക്രമണം നടത്തിയതിനെ തുടർന്ന് അറബ് ലീഗ് വിളിച്ചു കൂട്ടുന്ന സബ്മിറ്റിൽ വെച്ചിട്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും സൈഡ് ലൈനിൽ സംസാരിച്ചിട്ട് ഈ ഒരു ഡീലിലേക്ക് എത്തിയതാണ്. ഇത് തികച്ചും ഇസ്രായേലിനെതിരാണ്. ഇസ്രായേൽ ഇതിനെ കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങും ആണവായുധം പാടില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഡോക്ട്രിനാണ്. അത് അവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകും. അവർ പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് 2 പൊട്ടിത്തെറികൾ, ഈ 2 പൊട്ടിത്തെറികൾ നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മിർ അലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പൊട്ടിത്തെറി, അതേപോലെ നോർത്ത് വസിരിസ്ഥാൻ അവിടെ ഒരു പൊട്ടിത്തെറി, മാസീവായിട്ടുള്ള പൊട്ടിത്തെറി. ഫുട്ടേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ തകൃതിയുള്ള ആക്രമണങ്ങൾ, 9 പോലീസുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ 100-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ വാർത്തയും കൂടി വരുന്നുണ്ട്. പാകിസ്ഥാൻ ശരിക്കും ഒരു അൺസർട്ടനിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ട്രൗസർ, മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ പാൻറ്, ഈ പാൻറ് ആരാണോ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വീകരണവും, അതുപോലെ അവരെ സെലിബ്രേറ്റ് ചെയ്യാണ് ജനങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ. അതായത് ഇതിനൊരു വലിയ സ്റ്റോറി ഉണ്ട്. ഇനി അത് 1972 വേണമെങ്കിൽ, അത് 1972 മുതലേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൗണ്ട് ചെയ്യാം. ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതിന് ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള ആൾക്കാർ, താലിബാനോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ ആ ചരിത്രബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന പാകിസ്ഥാനി സോൾജേഴ്സിന്റെ എല്ലാം ട്രൗസർ ഊരി എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഇത് അവരുടെ സ്ട്രീറ്റിൽ വണ്ടിയുടെ മേളിൽ നിന്ന് ഇവർ റാലി ആയിട്ട് നടത്തുകയാണ്. കമ്പിൽ കൊരുത്ത് ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് അതിനെ വലിയൊരു സ്മാരകമായിട്ട് കൊണ്ടു നടക്കാണ്. ഈ കൊണ്ടുവരുന്ന സോൾജറിനെ ആൾക്കാർ മാലയിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ശരിക്കും നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണിത്. ഇത് വളരെ സെൻസിറ്റീവായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഇതേ രീതിയിലുള്ള സെലിബ്രേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിൽ ചില സ്ഥലങ്ങളിൽ 100 മീറ്റർ, ചില സ്ഥലങ്ങളിൽ 200 മീറ്റർ, ചില സ്ഥലങ്ങളിൽ 300 മീറ്റർ, അങ്ങനെ അത്രയും, അതായത് 200 മുതൽ, അതായത് ഒരു 100 മീറ്റർ മുതൽ 300 മീറ്റർ വരെയുള്ള റേഞ്ചിൽ മാപ്പിൻ്റെ, അതായത് ബോർഡർ ലൈൻ, ഈ ഡുറാൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ അവർ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ ലൈൻ വരച്ചിട്ടുണ്ട്. ആ പുതിയ ലൈൻ വരച്ചിരിക്കുന്നതാണ് ഈ ചുമന്ന കളറിൽ കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ ബോർഡർ ഒബേ ചെയ്തുകൊണ്ടുള്ള പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കണം. ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചാൽ ഇപ്പോൾ തൽക്കാലം പ്രശ്നം തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെയും അഫ്ഗാനിസ്ഥാനുമായിട്ട് നടക്കുന്ന പ്രശ്നത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നാലും ഇവിടെ TTP എന്ന് പറഞ്ഞ തെഹ്രീക്ക് താലിബാനികൾ, അവരാണ് ഇന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ പൊട്ടിത്തെറിക്ക് ക്ലെയിം ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലാതെ അഫ്ഗാനിസ്ഥാനല്ല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നാണ്, അത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്ന വിഷയങ്ങളാണ്. ഇതിനിടയ്ക്ക് ഈ ഖൈബർ പഖ്തൂൺഖ മേഖലയിലുള്ള ജനങ്ങളെ പാക് ആർമി സ്വാധീനിച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പൈസ തരാം, നിങ്ങൾ ഈ ബോർഡർ ഏരിയയിലുള്ള ഇന്റലിജൻസ് ഗ്യാതറിംഗ് നടത്തണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കലിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലോക്കൽ അയാൾ വീഡിയോ ഇടുകയാണ്. അവിടെ ഈ പഞ്ചായത്ത് സിസ്റ്റം പോലെ ഈ ഗോത്രങ്ങൾ പോലെയാണ്. ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജിൽ ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവിനെയാണ് സമീപിച്ചത്. ആ നേതാവാണെങ്കിൽ പറയുന്നത്, തുറന്നു പറഞ്ഞിരിക്കുന്നത്, വീഡിയോ സഹിതം വെളിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു മെസ്സേജ്. അതായത് പുള്ളി പറയുന്നത് പാകിസ്ഥാന്റെ ആർമിയെ തന്നെ സംരക്ഷിക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വയം രക്ഷ നോക്കൂ. ഈ സ്വയം രക്ഷ നേടിയിട്ട് വേണം മറ്റുള്ള ഇന്റലിജൻസ് ഗ്യാതറിംഗ് ഒക്കെ നടത്താൻ. അല്ലാതെ നിങ്ങൾ ലക്ഷക്കണക്കിന് പൈസ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്റലിജൻസ് വർക്കിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവനത്തിന് തന്നെ ഉത്തരവാദിത്തമില്ല, എന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറേ മാസങ്ങൾ കൊണ്ട് ഞങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ആർമിക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ റിയാലിറ്റി.
പിന്നെ ഈ TLP പാർട്ടി നടത്തിയ കലാപത്തിൽ ഏതാണ്ട് 1000 പേരിലധികം ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. സ്റ്റിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. പാകിസ്ഥാനിലാണെങ്കിൽ പാകിസ്ഥാൻ ആർമിയെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ട്രോളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ ട്രോളിൽ ഒന്നാണ് ഈ ഒരു പാകിസ്ഥാന്റെ റഡാർ സിസ്റ്റം. കാരണം ഒന്നും തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, ഒന്നും ഡിറ്റക്ട് ചെയ്യുന്നില്ല. എന്ത് മിസൈൽ വന്നാലും ശരി തന്നെ നേരിട്ടങ്ങ് വരികയാണ്. പിന്നെ എന്ത് റഡാർ സിസ്റ്റമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ചൈനയുടെ റഡാർ സിസ്റ്റമാണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമേജാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും തുടർച്ചയായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇതിനകത്ത് ഇപ്പം വ്യക്തമായ തീരുമാനമോ ക്ലാരിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ CIAയുമായിട്ട് കൺസൾട്ട്, പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ CIAയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. CIAയുടെ തലപ്പത്തുള്ള ആൾക്കാരെ ഇപ്പം ഇതുമായിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. പാകിസ്ഥാൻ ശരിക്കും അമേരിക്കയുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അമേരിക്ക പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ UN പാകിസ്ഥാനെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ കാബൂളിൽ നടത്തിയ ആക്രമണത്തിൽ കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് തീവ്രവാദ പ്രവർത്തനമാണ്. പാകിസ്ഥാൻ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം. അത് മാത്രം പോരാ, പാകിസ്ഥാൻ സ്വയമേ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനം കൂടി അവസാനിപ്പിക്കണം. ഇത് രണ്ടിനും ഒരു അവസാനം ഉണ്ടായാൽ മാത്രമേ, ഇല്ലാന്നുണ്ടെങ്കിൽ തീവ്രവാദികളെ തടയാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ് ഇന്ത്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് UN ഇന്ത്യ പറയുന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ വിചാരിക്കുന്നത്, അതായത് ചുറ്റായുള്ള ആൾക്കാരൊക്കെ നമ്മളെ വന്ന് അടിച്ച് തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യ പോയിട്ട് ഞങ്ങളാണ് അവരെ അടിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നത്. എന്ന രീതിയിലായിരിക്കും പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് അവസ്ഥയാണ്. പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയോട് കാണിക്കുന്നത് ഇതേപോലത്തെ നെറിയേട് തന്നെയാണ്. പക്ഷേ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം കാബൂളിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരപരാധികളായിട്ടുള്ള പൊതുജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിന് ശരിവെച്ചുകൊണ്ടാണ് ഇന്ത്യ UN ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതിനിപ്പോൾ പാകിസ്ഥാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ കലാപം നടക്കുന്നത് അത് പാകിസ്ഥാന്റെ ഇന്റർണൽ മാറ്ററാണ്. അത് കൺട്രോൾ ചെയ്യാനുള്ള കെൽപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അസീം മുനീറിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇന്റർണൽ ഇഷ്യൂ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിനോട് ഒരു വിയോജിപ്പ് വരുമ്പോഴാണ്. അപ്പോൾ ഗവൺമെന്റിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കൂ. അങ്ങനെയെങ്കിലും ജനങ്ങൾ ശാന്തരാവട്ടെ. അപ്പോൾ ആ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പാകിസ്ഥാൻ തികച്ചും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ നിലവിലെ ഫോറിൻ പോളിസി ചേഞ്ച് ചെയ്തതാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത്. ചൈന സെൻട്രിക് ആയിട്ടിരുന്ന പാകിസ്ഥാന്റെ പോളിസി മാറ്റിക്കൊണ്ടുകയും അമേരിക്കൻ സെൻട്രിക് പോളിസി ആയിട്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുകയും അത് പൂർണ്ണമായിട്ടും വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അമേരിക്ക എപ്പോഴും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ അവരെടുത്ത് ഉപയോഗിക്കും. ആ രീതിയിലേക്ക് മാത്രമാണ് അമേരിക്ക പാകിസ്ഥാനെ കാണുന്നത്. അതേസമയം ചൈന ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കാനുള്ള കാരണവും പാകിസ്ഥാന്റെ ഈ അമേരിക്കൻ പക്ഷത്തേക്കുള്ള ഒരു ചായ്വാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പം ചൈനയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല, അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാൻ തുടരെ അടിക്കുകയാണ്. അതുപോലെ ഇൻസൈഡ് അവരുടെ രാജ്യത്തിനുള്ളിലും ഇന്റർണൽ ഇഷ്യൂസ് ഉണ്ട്. അതും അവർക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാറി നിൽക്കുകയാണ്. അതാണ് ശരിക്കും പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ. ശരിക്കും ദയനീയ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് എന്തായാലും പുറത്തു വരും. പിന്നെ ഈ മൊസാദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇനി പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ പ്രൈമറി ലെവലിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് അമേരിക്കയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിസ്കഷൻസിൽ വരുന്ന ലീക്ഡ് വാർത്തകളാണ് ഇതെല്ലാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.